الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുകയും ഹൃദയശുദ്ധിയോടുകൂടി മുത്തഖിയായി ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ഏറ്റവും ധാർമ്മികമായ, അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യസ്പർശിയായ ഒരു തൊഴിലാണ് അധ്യാപനം. ആളുകളെ ഇൽമ് പഠിപ്പിക്കൽ, അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അധ്യാപക വൃത്തി നിർവഹിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. ചരിത്രത്തിൽ എക്കാലഘട്ടങ്ങളിലും ഗുരുഭൂതന്മാരെ സമൂഹം ആദരിച്ചിരുന്നു. ഗുരുനാഥന്മാർ അവർ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, തെറ്റായ കാര്യങ്ങൾ അവരെ ഉണർത്തുന്നു. അങ്ങനെ എല്ലാ നിലക്കും സമൂഹത്തിൻ്റെ ഉത്കർഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് അധ്യാപകന്മാർ നിർവഹിക്കുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിലും ആ മഹത്തായ ജോലി, ഗുരുനാഥൻ എന്ന ജോലിക്ക് പല രൂപത്തിലുള്ള മൂല്യ ശോഷണവും സംഭവിച്ചിട്ടുണ്ട്. ഗുരു ശിഷ്യ ബന്ധം എന്നും ഒരു തർക്കമറ്റ, വളരെയധികം ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങുന്ന ഒരു ബന്ധമാണ്. ഒരു കടലാസുകൾ കൊണ്ട് പല രൂപത്തിലുള്ള രൂപങ്ങളും ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പോലെ തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായി അതിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ അവർക്ക് ദിശാബോധം നൽകാനും നന്മ ഉപദേശിക്കാനും ഏറ്റവും ഊർജ്ജസ്വലരായ സമൂഹ നന്മക്ക് നിലകൊള്ളുന്ന പൗരന്മാരാക്കി മാറ്റാനും എല്ലാവരേക്കാളും സാധിക്കുന്ന ഒരാളാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനും അതിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഏറ്റവും വലിയ അധ്യാപകൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
അദ്ദേഹമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു ഗുരുനാഥനാണ് എന്ന് പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ. ഒരു പൊങ്ങച്ചക്കാരൻ, ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവക്കാരൻ, അതുപോലെ തന്നെ ഒന്നിനോടും ഒരു അനുസരണ സ്വഭാവം കാണിക്കാത്ത ഒരു മുരടൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിട്ടില്ല. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിൻ ബഅസനി മുഅല്ലിമൻ വ മുയസ്സിറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചത് ഒരു അധ്യാപകനായിട്ടാണ്. മുയസ്സിറൻ, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന ആളായിട്ട്, കാര്യങ്ങളൊക്കെ സാവകാശമുണ്ടാക്കി കൊടുക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുന്ന ആളായിട്ടാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തഅലീം ഏറ്റവും മാതൃകാപരമായിരുന്നു. ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ച് ലിക്കുല്ലി മഖാമിൻ മഖാലുൻ വലിക്കുല്ലി മഖാലിൻ മഖാമുൻ. ഏതൊരു വർത്തമാനത്തിനും അത് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ട്, ഏതൊരു സ്ഥലത്തിനും അനുയോജ്യമായ സംസാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആളുകളോട് ആ തരത്തിൽ ഒരു ബുദ്ധിമുട്ടോടുകൂടി നബി പെരുമാറിയിരുന്നില്ല. ശരിക്ക് ജനങ്ങളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരോട് പെരുമാറേണ്ട രീതിം പെരുമാറിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഈ വലിയ സമൂഹം ഒരുമിച്ച് കൂടിയത്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക്. താങ്കൾ ഒരു കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യരും നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല, അവരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. താങ്കൾ അവരോട് ഇടപഴകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വല്ല പ്രതികരണങ്ങളും അവരിൽ നിന്ന് വന്നാൽ മാപ്പ് കൊടുക്കണം. അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കൽ തേടണം. വശാവിർഹും ഫിൽ അംർ, ദുന്യവിയായ കാര്യങ്ങളിൽ, എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യാൻ വേണ്ട കാര്യങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ അല്ലാത്തവ, അതിലവരുമായി കൂടിയാലോചിക്കണം, അവർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഇടപെടേണ്ട അതിന് ഏറ്റവും പറ്റിയ വ്യക്തിത്വത്തോടു കൂടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാണ്, അവൻ്റെ ബുദ്ധിക്കാവശ്യമായ ആഹാരമാണ്, അവൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കുന്ന ഒരു വലിയ ഔഷധമാണ് അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു സമൂഹവും അവൻ്റെ മതവും അവൻ്റെ ശരീഅത്തും മത സംഹിതകളും സംരക്ഷിക്കപ്പെടുന്നത് അറിവ് നിലനിർത്തുമ്പോഴാണ്, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. അറിവ് കൊണ്ടാണ് ലോകത്ത് സമൂഹങ്ങൾ പലതും ഉന്നതിയിലെത്തിയിട്ടുള്ളത്. അറിവ് നഷ്ടപ്പെട്ട് ജഹാലത്തിൻ്റെ വ്യാപനം നടന്നപ്പോഴാണ് ഏതൊരു സമൂഹവും അധപ്പതിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഔന്നിത്യം നിർവഹിക്കപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ പ്രചാരത്തിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ വിശ്വാസികളായ ആളുകളെയും അറിവ് നൽകപ്പെട്ടവരെയും പദവികൾ ഉയർത്തും. ദറജാത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജാത്തുകൾ 500 സന, 500 വർഷങ്ങൾ വ്യത്യാസമുള്ളതാണ് ഒരു ദറജയും മറ്റൊരു ദറജയും തമ്മിൽ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പദവി എന്ന് പറയുന്നത്. അങ്ങനെ ഇൽമ് നൽകപ്പെട്ട, അറിവ് നൽകപ്പെട്ട ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരായ ആളുകളുടെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഖാല, നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ വലാകിൻ ബഅസ്നി മുഅല്ലിമൻ മുയസ്സിറൻ. അധ്യാപകനായും ജനങ്ങൾക്ക് കാര്യങ്ങൾ സാവകാശമുണ്ടാക്കി കൊടുക്കുന്നവനുമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത്, ഒരിക്കലും അഹങ്കാരിയായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇരുട്ട് നീക്കുന്ന, അതേ പ്രകാരം തന്നെ ഇരുട്ടിൽ വെളിച്ചം കടാവുന്ന തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് അറിവുള്ള ആളുകൾ, അധ്യാപകന്മാർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വത്തെക്കുറിച്ച് എടുത്തു പറയുന്നു.
ഇമാം തിർമിദി ഉദ്ധരിച്ച, അൽബാനി സഹീഹാക്കിയ ഒരു ഹദീസിൽ, ഇന്നല്ലാഹ അസ്സ വജല്ല വ മലായികത്തുഹു വ അഹ്ലസ് സമാവാതി വൽ അർദ് അത്തൻ നംലത ഫീ ജുഹരിഹാ വ ഹത്തൽ ഹൂത ല യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ. അല്ലാഹുവും അവൻ്റെ അസംഖ്യം മലക്കുകളും ആകാശലോകത്തുള്ളവരും അഹ്ലുസ് സമാവാത്ത് വൽ അർദ് ഭൂമിയിലുള്ളവർ മുഴുവനും ഹത്തൻ നംലത ഫീ ജുഹരിഹാ മാളത്തിലുള്ള ഉറുമ്പും വഹത്തൽ ഹൂത്ത് വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു അവർക്ക് അനുഗ്രഹം ചെയ്യുന്നു. മലക്കുകളും അതിനങ്ങോട്ട് ശേഷമുള്ള എല്ലാ ജീവജാലങ്ങളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപക വൃത്തി അത് പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും മാത്രം കാര്യങ്ങളിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒന്നല്ല. അത് ദീനും വിശ്വാസവും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ദുന്യവിയായി കുറച്ച് പ്രതിഫലം കുറഞ്ഞാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകൻ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അവന് അളവറ്റ പ്രതിഫലം കിട്ടുമെന്നതിന് ആരും സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും ഖൈറായ ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവം സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ജ്ഞാനി ആരാണ്, ഏറ്റവും വലിയ അറിവുള്ളവൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസ പറഞ്ഞു പോയി, ഞാനാണെന്ന് പറഞ്ഞു. അതൊരു അതമില്ലാത്ത വർത്തമാനമായി പോയി, അതൊരു തിരുത്തണം. അങ്ങനെ അദ്ദേഹത്തെ ഖിദ്ർ എന്ന് പറയുന്ന അത് പ്രവാചകനാണോ എന്ന അഭിപ്രായമുണ്ട്, അതല്ല ഒരു സാലിഹായ മനുഷ്യനാണോ എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും മൂസയേക്കാൾ അറിവുള്ള ഖിദ്റിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ, വളരെ വിനയാന്വിതനായി വളരെ താഴ്മപ്പെട്ട് അറിവ് നൽകാൻ കഴിവുള്ള ഖിദ്റിൻ്റെ മുമ്പിൽ അറിവ് സ്വീകരിക്കാൻ പാകപ്പെട്ട ഒരു താഴ്മയുടെ മനസ്സ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രദർശിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നു. എന്ത്, നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്ക് നൽകപ്പെട്ട സന്മാർഗത്തിൻ്റെ ആ സന്ദേശത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരിക. ഏത് കാര്യത്തിൽ? മിമ്മാ ഉല്ലിംത റുശ്ദ, താങ്കൾ പഠിപ്പിക്കപ്പെട്ട ആ നല്ല മാർഗങ്ങൾ, നല്ല ഉപദേശങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ. അതിനുശേഷം നടന്ന സംഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. കഹ്ഫിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ആ സംഭാഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഖുർത്തുബി, പ്രസിദ്ധ മുഫസ്സിറായ ഖുർആൻ വ്യാഖ്യാതാവായ ഖുർത്തുബി പറയുന്നത് എന്താണ്? അത്തദല്ലുലു വത്തവാളുഉ ലിൽ മുഅല്ലിമി ബൈന യദൈഹി, ആ അധ്യാപകന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി, ഒരു ശിഷ്യൻ വിനയം കാണിക്കുന്നതും താഴ്മ പ്രകടിപ്പിക്കുന്നതും, അതേ വൈസിദാനുഹു ഫി സുആലിഹി, അധ്യാപകനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നതും, വൽ മുബാറകതു ഫി ഇഹ്തിറാമിഹി, ആ അധ്യാപകനെ മാക്സിമം കഴിവിൻ്റെ പരമാവധി ആദരിക്കുന്നതും, വയഅളാമിഹി, അവനെ ബഹുമാനിക്കുന്നതും, വമൻ ലം യഫ്അൽ ഹകദ, ഇപ്രകാരം ആരും ഗുരുനാഥന്മാരോട് പെരുമാറുന്നില്ലെങ്കിൽ ഫലൈസ അലാ സുന്നത്തിൽ അംബിയ, ആ വിദ്യാർത്ഥി ഒരിക്കലും അമ്പിയാക്കന്മാരുടെ സുന്നത്തിൽ പ്രവർത്തിക്കുന്നവനല്ല, വലാ അലാ ഹദീഹിം, അവരുടെ നേർമാർഗത്തിലുമല്ല. അപ്പം അധ്യാപകൻ്റെ യഥാർത്ഥമായ ഒരു അധ്യാപകൻ്റെ അടുക്കൽ അയാളുടെ അനുവാദം ചോദിക്കുകയും അയാളുടെ വിനയം കാണിക്കുകയും താഴ്മ കാണിക്കുകയും ബഹുമാനത്തോട് പെരുമാറുകയും എല്ലാ അതബോടും കൂടിയുള്ള സമീപനങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ പകർന്നു തരുന്ന ഇൽമ് ശരിക്കങ്ങ് കീഴ്പ്പെട്ട് പോവില്ല, തലയിൽ കയറില്ല, അതിവന് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഭാവഗാഹങ്ങൾ, സൽസ്വഭാവങ്ങളെല്ലാം കാണിക്കാൻ നിർബന്ധിതനായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഭവം, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. ആരാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്? തർജുമാനുൽ ഖുർആൻ എന്നു പേരുള്ള, ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഏറ്റവും അറിയുന്ന സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സിദ്ധിച്ച ആള്, സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനമുള്ള, നബിയുടെ കുടുംബത്തിൽപ്പെട്ട
അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ അബ്ബാസിൻ്റെ പുത്രൻ അബ്ദുള്ള, അതാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം ഒരിക്കൽ സെയ്ദ് ബിൻ സാബിത്ത് ഒട്ടകപ്പുറത്ത് കയറാൻ നേരം സ്ഥാനം തെറ്റി നിൽക്കുന്ന അതിൻ്റെ ചവിട്ടിക്കയറുന്ന പടി, ഇരുമ്പിൻ്റെ പടി ശരിയാക്കി കൊടുത്തു. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അത് ചെയ്തപ്പോഴേ ഇബ്നു അമ്മി റസൂലില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യപുത്രൻ ഞാൻ ചവിട്ടുന്ന കാലടി ശരിയാക്കുകയോ അല്ല, നിങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ ബഹുമാനമാണ് എൻ്റെ മനസ്സിൽ എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞു, എന്താണ്? തനഹ യബ്ന അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യപുത്ര മാറി നിൽക്കൂ, ഞാൻ ചവിട്ടുന്ന ചവിട്ടുപടി നിങ്ങൾ ശരിയാക്കേണ്ടതില്ല, നിങ്ങൾ അതിനേക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തുള്ള ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വയസ്സ് മൂത്ത ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുമായ ആളുകളോട് ഞങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുക, ഇങ്ങനെ പെരുമാറാനാണ് ഞങ്ങൾ കൽപ്പിച്ചത്. അവർക്ക് ആവശ്യമുള്ള സേവനം ചെയ്തു കൊടുക്കാനും അവരോട് ബഹുമാനം കാണിക്കുവാനുമാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. സഹോദരന്മാരെ, ഇതാണ് വിനയം, ഇതാണ് അനുസരണം, ഇതാണ് അധ്യാപകരോടുള്ള ബഹുമാനം. ഇങ്ങനെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് അവർ പഠിപ്പിക്കുന്ന ഇൽമു ശരിയായ നമ്മുടെ ഹൃദയത്തിൽ വേരുറക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه. أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. ആ അധ്യാപകരോടുള്ള, ഗുരുനാഥന്മാരോടുള്ള ആദരവും ബഹുമാനവും നമ്മുടെ പഴയകാല പണ്ഡിതന്മാരായ ആളുകളും വിദ്യാർത്ഥികളും എങ്ങനെ നിലനിർത്തിയിരുന്നു എന്നതിന് ചില ഉദാഹരണങ്ങളുണ്ട്. റബീ ഇബ്നു സുലൈമാൻ എന്ന പണ്ഡിതൻ പറയുകയാണ്, വല്ലാഹി മജ്തറഅതു അൻ അശ്റബൽ മാഅ വശാഫിഈ യൻദുറു ഇലൈഹി ഹൈബത്തൻ ലഹു. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇദ്ദേഹം, റബീ ഇബ്നു സുലൈമാൻ. അപ്പം അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് മജ്തറഅതു അൻ അശ്റബ അൽ മാഅ, വെള്ളം കുടിക്കാൻ പോലും ഞാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അതൊരു അദബുകേടാകുമോ എന്ന് മനസ്സിലാക്കി. ആ രീതിയിലുള്ള ബഹുമതിയും ആദരവുമാണ് അവർ പണ്ഡിതന്മാരോട് കാണിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് അവകാശങ്ങൾ അതിന് അർഹതപ്പെട്ട ആളുകളാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമാനം ഒരിക്കലും ആവില്ല. അറിവ് ഒരു മഹത്വമാണ്, അറിവ് ഒരു വരദാനമാണ്, ഒരറിവ് ദൈവിക അനുഗ്രഹമാണ്, അറിവ് ജിഹാദിൻ്റെ ഒരു ഉപകരണമാണ്, അറിവ് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ഒരു സമസ്യയാണ്. അതുകൊണ്ട് തന്നെ ആ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ബുദ്ധിയുള്ള ആളുകളല്ലേ ചിന്തിക്കുക. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള, അറിവുള്ള, ചിന്താശേഷിയുള്ള ആളുകളാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഗുരുനാഥന്മാർ അവരുടെ സ്ഥാനം മനസ്സിലാക്കി നിൽക്കുക. അവർ സ്വയം അധപ്പതിച്ചു പോകരുത്. ഏറ്റവും മാന്യമായ നിലയ്ക്ക് അവരുടെ തൊഴിലുകൾ ചെയ്യുക, അതിനോട് കൂറ് കാണിക്കുക. കാരണം അധ്യാപക പ്രവൃത്തി അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാൽ ലഭിച്ചിട്ടുള്ള ഒരു അമാനത്താണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ കൃത്യനിഷ്ഠ പാലിക്കുക, തനിക്ക് നൽകപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് നീതി കാണിക്കുക, അവരെ ശരിയാവണ്ണം പഠിപ്പിക്കുക, അവരിൽ സൽസ്വഭാവികളായി അവർ വളർത്താൻ ശ്രമിക്കുക, അവരിലുള്ള പോരായ്മകൾ പരിഹരിച്ച് ഉപദേശിച്ച് നന്നാക്കുക. ഇങ്ങനെ
ഒരു വലിയ സമൂഹ സൃഷ്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മഹത്വമേറിയിട്ടുള്ള ഒന്നാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇമാം സമാനി റഹ്മഹുല്ലാ പറയാണ്, അന്ന മജ്ലിസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമുസ്സുന്ന എന്ന് ലോകത്ത് അറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അധ്യാപകൻ, ആ അധ്യാപകന്റെ അടുക്കൽ നിന്ന് ഇൽമു കേൾക്കാൻ വേണ്ടി കാന യഹ്ളുറുഹു 5000 താലിബിൻ, 5000 വിദ്യാർത്ഥികൾ അഹ്മദ് ബിൻ ഹംബലിന്റെ സദസ്സിൽ അറിവ് പഠിക്കാൻ വേണ്ടി ഹാജരായിരുന്നു. വകാന 500 മിൻഹും യക്തുബൂൻ, ആ 5000-ൽ തന്നെ 500 പേർ അദ്ദേഹം പറഞ്ഞു തരുന്ന വിജ്ഞാനങ്ങൾ എഴുതിയെടുക്കുന്നവരായിരുന്നു. എങ്ങനെയാണ് ഇത്ര വലിയ ഗ്രന്ഥത്തിന്റെ ഭണ്ഡാരങ്ങൾ തീർക്കപ്പെട്ടത്? അഹ്മദ് ബിൻ ഹംബലിന്റെ വിശാലമായ കടലോളം വിശാലമായി നിൽക്കുന്ന അറിവ്, അതിൽ നിന്ന് എത്രമാത്രം അറിവുകളാണ് ലോകത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ 5000 വിദ്യാർത്ഥികൾ സദസ്സിൽ വരുന്നു, 500 പേരും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നു. ബാക്കിയുള്ള ആളുകൾ വൽബാഖി സമാനി തുടരുന്നു, വൽബാഖി യസ്തമിദ്ദൂന മിൻ സംതിഹി വഖുലുഖിഹി വഅദബിഹി, ആ ഗുരുനാഥൻ്റെ അദബ്, അയാളുടെ ഒതുക്കം, അയാളുടെ അച്ചടക്കം, ഇതെല്ലാം അവർ ശരിയായ നിലക്ക് അവർ പകർത്തുന്നു, അത് ശീലിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ഗുരുവും ശിഷ്യന്മാരും ഉണ്ടാകേണ്ട ബന്ധം. ആ രീതിയിൽ ഗുരുശിഷ്യയുദ്ധത്തിന് ധാർമ്മികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവി വെച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റട്ടെ. ഗുരുനാഥന്മാരോട് ബഹുമാനം കാണിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഗുരു ശിഷ്യന്മാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിലുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാറ്റുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.